നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ നമ്മളെ ബാധിക്കുന്നുണ്ടെങ്കിൽ ആ സാഹചര്യങ്ങളുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്നത് കൊണ്ടാണ്. ഈ ബന്ധനം ഉണ്ടാകുമ്പോൾ നമുക്ക് സമാധാനപ്പെടാൻ കഴിയില്ലേ? നമ്മുടെ ജീവിതം ഒരു ഒഴിഞ്ഞ മൺകുടം പോലെ ആയിരിക്കണം. ആ മൺകുടത്തിൽ ഒരു ഒഴിവുണ്ട്, ഒന്നുമില്ലായ്മ നിറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ആ മൺകുടം ഉപകാരപ്പെടുന്നത്. ഒരാൾ വില കൊടുത്ത് വാങ്ങുന്നതാണ്. അതേപോലെ നമ്മുടെ ഉള്ള് ഒഴിഞ്ഞിരിക്കണം, ഒന്നുമില്ലായ്മ നമ്മുടെ ഉള്ളിൽ നിറയണം. ആ മൗനം നൽകുന്ന ഉറപ്പില പുറത്തുള്ള സാഹചര്യങ്ങളാ, അത് നല്ലതായാലും അത് ചീത്തയായാലും അത് നമ്മളെ ബന്ധിപ്പിക്കില്ലേ? അതുകൊണ്ട് തന്നെ ഒന്നിനോടും ഒട്ടലില്ലാതെയുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഒരിക്കൽ ഒരു ഗുരു തൻ്റെ ശിഷ്യന്മാർക്ക് മൗനത്തെക്കുറിച്ച് പറയുകയായിരുന്നു. ശിഷ്യന്മാർ വളരെ ശ്രദ്ധയോടെ ഗുരുവിൻ്റെ വാക്കുകൾ കേൾക്കുകയായിരുന്നു. ആ ഒരു കേൾവിയിൽ അവർ അലിഞ്ഞത് കാരണം അവരുടെ ഉള്ളിൽ മൗനത്തിൻ്റെ സാന്നിധ്യം അവർ അനുഭവിച്ചു. അന്തരീക്ഷം മുഴുവൻ ആ ഒരു സാന്നിധ്യത്തിൽ നിറഞ്ഞു. ആ സമയത്ത് പുറത്തു നിന്ന് ഒരു ഓടക്കുഴലിൻ്റെ ശബ്ദം കേട്ടു. ആ സമയത്ത് കുറച്ച് ശിഷ്യന്മാർ ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് നോക്കി. കുറച്ച് ശിഷ്യന്മാർ പരസ്പരം ആംഗ്യ ഭാഷയിൽ സംസാരിച്ചു. കുറച്ച് പേര് ഇത് കണ്ട് പരസ്പരം ചിരിച്ചു. ഇത് കണ്ട ഗുരു പറഞ്ഞു, ഇതാണ് നിങ്ങളെ നിയന്ത്രിക്കുന്ന ശബ്ദം. നിങ്ങളുടെ ഉള്ളിലുള്ള മൗനത്തിൽ ഉറക്കുന്നത് വരെ ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ പുറത്തേക്ക് പോകും. അതേ സമയത്ത് യഥാർത്ഥ മൗനം നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ആ ശബ്ദം നിങ്ങൾ കേൾക്കും. പക്ഷേ ആ ശബ്ദത്തിന് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. മൗനത്തിൻ്റെ ആ ഒരു ശക്തി അത്ര വലുതാണ്. ഒന്നിൽ നമ്മൾ പൂർണ്ണമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴാണ്, 100% അലിഞ്ഞ് ചേരുമ്പോഴാണ്, അതിൽ ഉറക്കുമ്പോഴാണ് ചുറ്റുമുള്ള ഒന്നിനും നമ്മെ വ്യതിചലിപ്പിക്കാൻ കഴിയില്ല. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഉള്ളിലുള്ള ആ ഒഴിവിന് കഴിയും. അപ്പം നമ്മുടെ ഉള്ളിൽ മൗനം നിറക്കാനും അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ നമുക്കായിട്ട് ഒരുക്കാനും കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ